ഹായ് ഗൈസ്, ഞാൻ ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ടോ. രാവിലെ തന്നെ ഷെപ്പീന്റെ റൂമിൽ പോയി ഷെപ്പീനെ വിളിച്ചെണീപ്പിച്ചു. ഷെപ്പി അതങ്ങ് എണീക്കുന്നില്ല. ഷെപ്പി ചുരുണ്ട് പിടിച്ച് ഉറങ്ങിയത്. അത് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നമ്മളെ റൂമിലേക്ക് പോയി. നമ്മളെ റൂമിൽ പോകുമ്പോഴത്തേക്കാണ് ഫുൾ അലങ്കോലാന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാന്ന് വേണ്ട, ഫുൾ അലങ്കോല. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് മുജീബ് ഹെയർ എല്ലാം മെഷീൻ വെച്ച് സെറ്റ് ആക്കിയാണ്. പിന്നെ പള്ളിയിൽ പോകണ്ടല്ലോ, ജുമാക്ക് പോകണം നിൽക്കുന്നു. അപ്പൊ നല്ല ലുക്കിൽ ഇറങ്ങാന്ന് വെച്ചാൽ ഞാനും ബ്ലാക്ക് ഷർട്ടിലോട്ട് ഞാൻ തന്നെ സ്വയം നീയുമ്പോളിന്ന് വിചാരിക്കും, വേറെ ആരും പറയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കും. ഞാൻ ഡ്രസ്സിലോട്ട് ലുക്കിൽ പോകും. പിന്നെ മുജീബിന്റെ എൻട്രി ആണ്, അറബിയെല്ലാം വരുന്ന പോലെയാണ് അവന്റെ എൻട്രി. അവൻ അസ്ലാം വലൈക്കും നല്ല പറഞ്ഞ അസ്ലാം എല്ലാം മുടക്കി നല്ല വൃത്തിക്ക് പോന്നു. പിന്നെ ഓനാണ് കൂളിംഗ് ഗ്ലാസ്സിലാണ് പുറത്തിറങ്ങിയില്ല. അപ്പൊ പുറത്തിറങ്ങി ലിഫ്റ്റിനകത്തേക്ക് മുന്നേ നമ്മളെ ഷെബീർക്ക് ഉണ്ട് പുറത്തേക്ക് വന്നു. ഷെബീർക്ക് നല്ല അടി അടിച്ചിട്ട് സദ്യ അടിച്ചിട്ട് വരുന്ന വന്ന് നിൽക്കുന്നതാണ്, കണ്ടാലറിയാം. നമ്മൾ റോഡ് മേലെ ഇറങ്ങി പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് ആ സ്റ്റിക്കെല്ലാം ഓണാക്കി കൂളിംഗ് ഗ്ലാസ്സിൽ ഇട്ടിട്ട് പോകുന്നത്. അപ്പൊ ബാക്കിലുള്ള ആൾക്കാരെല്ലാം പേര് ഇങ്ങനെ പള്ളിയിൽ തന്നെയാണ് പോകുന്നത് കൂളിംഗ് ഗ്ലാസ്സിൽ ഇട്ടിട്ട്. പക്ഷെ നമുക്കതൊന്നും വിഷയമല്ല കേട്ടോ, നമുക്ക് എന്തെന്ന് നമ്മൾ പള്ളിയിലേക്ക് കയറാൻ പോയിരുന്നു. പള്ളിയിൽ കയറുമ്പോൾ തന്നെ ഇപ്പൊ വെച്ചാൽ നമുക്ക് പള്ളിയിൽ ഉള്ളിൽ സ്ഥലവും കിട്ടൂല, ഒന്നും കിട്ടൂല. എപ്പോഴും പുറത്തു ആളെന്നെ വെയിലത്ത് ചൂടത്ത് ഇങ്ങനെ നിൽക്കണം. മറ്റു വെയിലത്ത് തന്നെ ഇങ്ങനെ നിന്ന് പിന്നെ ഒന്നാ വേണ്ടി നിസ്കരിക്കണ്ട. അങ്ങനെ വരുന്ന വഴിക്ക് ആശുവിനെ കണ്ട. ആശു വീഡിയോയിൽ നിൽക്കുന്നില്ല. പക്ഷെ ഞാൻ വിടുവാ, ഞാൻ എന്ത് ചെയ്ത് ഞാൻ വീഡിയോയിൽ സെൽഫിയിൽ അങ്ങ് ഉൾപ്പെടുത്തി. അങ്ങനെ ആരും പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീഡിയോയിൽ എന്തിനാ ആരും പേടിക്കുന്നത്, ഒരാവശ്യമില്ല. അങ്ങനെ വരുന്ന വഴിക്ക് വൈറ്റ് ഹൗസ് റെസ്റ്റോറന്റ് കയറിയിട്ട് നമ്മൾ ഗിരിയേട്ടനെ കാണുന്നുണ്ടായി. അങ്ങനെ ഗിരിയേട്ടനെ ഓണല്ല, ഗിരിയേട്ടനെ കണ്ട് ഒരു അകലം കൊടുത്ത് നൈസായിട്ട് അങ്ങ് പോവാന്ന് വെച്ച്. അങ്ങനെ ഗിരിയേട്ടൻ ഫുൾ ലുക്കിലാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ടായി. ആർക്ക് ലീവ് ഒന്നുമില്ല, എന്നാലും നല്ല അടിപൊളിയിൽ നല്ല സന്തോഷത്തിൽ അങ്ങ് പോകുന്നുണ്ട്. അപ്പൊ ഹാപ്പി ഓണെല്ലാം പറഞ്ഞ് ഞാൻ അങ്ങ് മുന്നോട്ട് പോയി. ഞാൻ ഉള്ളിലേക്ക് കൗണ്ടറിലേക്ക് പോയി. കൗണ്ടറിൽ പോയത് വേറെ ഒന്നുമില്ല കേട്ടോ, എന്റെ മെസ്സിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ എല്ലാവരും സദ്യ അടിക്കാൻ തിരക്കിലാണ്. മരണി അടിയാന്ന് എല്ലാവരും അടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പഠിക്കണമല്ലോ. ഇതിന് ഓണലാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് മെസ്സിന്റെ ഫുഡിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് മുകളിലെത്തിക്കണം പറയാൻ വേണ്ടിയിട്ടാണ് പോയി. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ പോലെ ഞാൻ അങ്ങ് റൂമിലേക്ക് പോകും കേട്ടോ. അങ്ങനെ റൂമിലെത്തിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ലൊരു ഉറക്ക് വീണ്ടും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോകും. കാരണം വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇവിടെ എല്ലാ പരിപാടി ഇങ്ങനെ തന്നെ. നാട്ടിലെല്ലാം ഓണാവശ്യം നബിദിനല്ലോ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, ഹാപ്പിയാകും. ഓക്കെ.